എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട അവസ്ഥയിലാകുമ്പോഴാണ് പലരും ആശുപത്രിയിൽ ചികിത്സ തേടുക. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക്. ഇന്നാണ് ലോക ഹൃദയ ദിനം. ഹൃദയത്തെ പരിപാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ലോക ഹൃദയ ദിനം. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചും അവയെ ഫലപ്രദമായി ചെറുക്കുന്നതിനും പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നതാണ് ഈ വർഷത്തെ ലോക ഹൃദയ ദിന സന്ദേശം. ആഗോള മരണനിരക്കിന്റെ 31% ഹൃദ്രോഗം മൂലമാണ് മരണപ്പെടുന്നത്. ഇന്ത്യയിലും കഴിഞ്ഞ വർഷങ്ങളിൽ ഹൃദ്രോഗം ബാധിക്കുന്നവരുടെ നിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. 50 വയസ്സിൽ താഴെയുള്ള 25% ആളുകളും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ലക്ഷണങ്ങളില്ലെങ്കിൽ പോലും പതിവ് ഹൃദയ പരിശോധനകൾ പ്രധാനമാണ്. ഇന്ത്യയിലെ ഹൃദ്രോഗികളുടെ എണ്ണത്തിലെ വർധനവിൽ ഭക്ഷണക്രമം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കൊഴുപ്പ് കൂടിയതും അമിതമായി എണ്ണ ഉപയോഗിക്കുന്ന ഭക്ഷണവും നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമാണ്. ഇതിന്റെ കൂടെ മദ്യപാനവും പുകവലിയും പോലുള്ള ശീലങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഹൃദ്രോഗത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. നെഞ്ചുവേദന, അസ്വസ്ഥത, ശ്വാസതടസ്സം, കടുത്ത ക്ഷീണം, തളർച്ച, മുഖത്തോ കൈകാലുകളിലോ മരവിപ്പ് എന്നിങ്ങനെ നീളുന്നു ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ. ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗങ്ങൾക്കും ഹൃദയാഘാതത്തിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. ആരോഗ്യമുള്ള മുതിർന്നവർ കുറഞ്ഞത് 2 വർഷത്തിലൊരിക്കലെങ്കിലും അവരുടെ രക്തസമ്മർദ്ദം പരിശോധിക്കണം. ആരോഗ്യകരമായ ജീവിതക്രമം പാലിക്കുന്നത് ഹൃദ്രോഗത്തെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും.